സൂ, ഓഡിറ്റോറിയങ്ങൾ, DJ ഹാൾ, റെയിൻ ഡാൻസ്, ബോട്ടിംഗ്, ഫിഷിംഗ്, ഹോഴ്സ് റൈഡിംഗ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ, ആയുർവേദിക് വെൽനസ് സ്പാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം 35-40 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഒരു 150 കോട്ടേജുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ, അതായത് ഒരു 3000-ഓളം ചന്ദനമരങ്ങളുള്ള ചന്ദനത്തിന്റെ ഒരു കാട്, ഒരു സാൻഡൽവുഡ് ഫോറസ്റ്റ്, ആ കാടിന്റെ അകത്ത് ഒരു ഗുഹ, ആ ഗുഹയുടെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും വെള്ളച്ചാട്ടമുള്ള അതിന്റെ അകത്ത് പോയിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ 150-ഓളം കോട്ടേജസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ 500 മുതൽ 750 പേര് വരെ ഒരു ദിവസം നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. 500 മുതൽ 750 പേര് വരെ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് അവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ്, പിന്നത്തെ ട്രെൻഡ് അല്ലേ ഡെസ്റ്റിനേഷൻ വെഡിങ്. നാട് ഇവിടെ ആണെങ്കിൽ കല്യാണം വേറെ എവിടെയെങ്കിലും കൊണ്ടുവരും അല്ലെ, ഡെസ്റ്റിനേഷൻ വെഡിങ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, IMA പോലുള്ള സംഘടനകളുടെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാമുകൾ തന്നെ പലപ്പോഴും നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും വാഗമണിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ 2-3 ദിവസമൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇഷ്ടംപോലെ കമ്പനി, ഇവരൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരും. ഇതൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ബിസിനസ് എന്ന് പറയുന്നത് ആ വയനാടിന്റെ ഒരു സാധ്യത, ആ വയനാടിന്റെ പ്രത്യേക ഒരു കാലാവസ്ഥ, അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി, അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇന്ന് നമുക്ക് ഇവിടുന്ന് പോകുമ്പോ കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് പോകാനായിട്ട് താമരശ്ശേരി ചുരം, കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് വരാനായിട്ട് കുറ്റ്യാടി ചുരം, നിലമ്പൂർ ഭാഗത്തുള്ള ആളുകൾക്ക് വരാനായിട്ട് നാടുകാണി ചുരം, ഇതിനെല്ലാത്തിനും പുറത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന തുരങ്കപാത, അതിനേക്കാളപ്പുറം കോഴിക്കോട് മൈസൂർ 6 വരി പാത സാങ്ഷനായി കിടക്കുന്നത്. ഇതെല്ലാം വരാൻ പോകുന്നത് ഈ വയനാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിനേക്കാളപ്പുറം കേരളത്തിൽ ഒരേ ഒരു ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകത ഉള്ളത് 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല. വലത്തോട്ട് പോയ തമിഴ്നാട്, ഇടത്തോട്ട് പോയ കർണാടക. കൃത്യമായിട്ട് പറഞ്ഞ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ എത്താൻ പറ്റും. എന്ന് വെച്ചാൽ 1.5 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ആളുകൾ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചെയ്യുന്ന സ്ഥലം വയനാട്. ഇത്രയേറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, ഈ ചന്ദനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വയനാട്ടിലുള്ള കാലാവസ്ഥ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിൽ ഉള്ള സ്ഥലങ്ങളിലെ കാലാവസ്ഥ, ആ കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനമരങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ, വിലായം കുത്ത, ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എറണാകുളത്ത് നട്ടാലും കോഴിക്കോട് നട്ടാലും പാലക്കാട് നട്ടാലും തിരുവനന്തപുരത്ത് നട്ടാലും ചന്ദനമരം വളരും. പക്ഷെ നമുക്ക് അതിനാകെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലക്ഷങ്ങളുടെ വരുമാനം നമുക്ക് ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടണം, നല്ല ക്വാണ്ടിറ്റി കിട്ടണം, വേഗത്തിൽ കിട്ടണം. ഇതിനെല്ലാത്തിനും നമുക്ക് ഈ വയനാട്ടിലെ കാലാവസ്ഥയും മണ്ണും ഈ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിന് മുകളിലുള്ള സ്ഥലം എന്നുള്ള പ്രത്യേകത ഇതെല്ലാം കൂടി ചേരുന്നതാണ് വയനാട് ജില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ സാധ്യതകൾ. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, ഈ ഒരു കോട്ടേജിലേക്ക് ടൂറിസം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് വാടക വരുമാനം കിട്ടും, അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചന്ദനമരം മുറിച്ച് വെക്കുമ്പോൾ പൈസ കിട്ടും. മൂന്നാമത്തത് പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. 8 മാസങ്ങൾക്ക് മുമ്പ് 45 ലക്ഷം രൂപ വിറ്റ പ്രോപ്പർട്ടി ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് 95 ലക്ഷം രൂപ, 1 കോടിയിലേക്ക് എത്തുകയാണ്. അപ്പൊ 8 മാസം കൊണ്ട് ഒരു ഇൻവെസ്റ്റർ എമൗണ്ട് എത്രയായി? 100% മുകളിൽ വളർന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാസം ഒരു 2 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഇൻറ്റു 12 30 ലക്ഷം രൂപ വർഷം വരുമാനം, ഇൻറ്റു ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ 90 ലക്ഷം രൂപയോളം നമുക്ക് വാടക വരുമാനം മാത്രമേ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിന് ഒന്നുകൂടെ കുറച്ച് കണ്ട് ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൈകളിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ടൂറിസം ബെനിഫിറ്റിലൂടെ കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. അത് മാത്രമല്ല, നമുക്ക് ഈ പ്രോപ്പർട്ടി ഈ പറയുന്നത്ര എമൗണ്ട് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഇത്
ഇത് കിട്ടിക്കഴിഞ്ഞാൽ 1-2 വർഷത്തിന് ശേഷം വിത്ത് പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയായിരിക്കും? വർഷത്തിൽ 30 ലക്ഷം രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ മാസത്തിൽ 2.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയായിരിക്കും? ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ ബിൽഡിംഗ് വാടക കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ വാടക കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പറഞ്ഞത്. അതായത് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ടൗണിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു 50 സെന്റ് സ്ഥലത്തോ 20 സെന്റ് സ്ഥലത്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന് 2.5 ലക്ഷം രൂപ വരുമാനം, 2 ലക്ഷം രൂപ അതിന് മുകളിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അത് വിറ്റാൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം 7 മുതൽ 10 കോടി വരെ. എന്നാൽ 7 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ വിലയുള്ള ഒരു ബിൽഡിങ്ങിനാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കാണ് നമുക്ക് ഒരു മാസം 2.5 ലക്ഷം രൂപ കുറയാത്തൊരു വാടക വരുമാനം കിട്ടുക. ഇവിടെ നമ്മൾ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 95 ലക്ഷം രൂപ മുടക്കിയാൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. ഈ 7 കോടി 10 കോടി മുടക്കിയാൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് കൂടെ കിട്ടാൻ പറ്റും. ഇത് പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിൽക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്റെ വില 5 കോടി വേണോ, 7 കോടി വേണോ, 3 കോടി വേണോ, എത്ര വേണോ നിങ്ങൾ പറയുന്നതാണ് അതിന്റെ വില. ക്ലിയർ? അതാണ് ഇതിലുള്ള റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് അഥവാ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഹൈലൈറ്റ് കൂടെ പറയുകയാണെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റും കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഈ പറഞ്ഞ 150 ഹൗസുകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വരുന്ന 500 മുതൽ 750 വരെയുള്ള ഗസ്റ്റുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറില്ല, അതിഥി ദേവോ ഭവ. വരുന്നവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി, ഏറ്റവും നല്ല ഫ്രൂട്ട്സും ഇതെല്ലാം കൊടുക്കാനായിട്ട് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതില് നമുക്ക് അരി മുതൽ നെല്ല് മുതൽ എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും അതുകൂടാതെ മറ്റ് മീറ്റ് ഐറ്റംസ്, ചിക്കൻ, മട്ടൺ, ബീഫും, ഫിഷും, പ്രോൺസും, എഗ്ഗും, മിൽക്കും, ഏറ്റവും എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഈ ഫാമിൽ തന്നെ കൃഷി ചെയ്യുന്നു. ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പ്രോജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പൈസ ഉള്ള ആളുകൾക്ക്, കോടികൾ കയ്യിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം, അറിയാം എന്നൊക്കെ ഒരു താല്പര്യമൊക്കെ തോന്നും. പക്ഷേ ഒരു ചെറിയ കുറച്ച് ലക്ഷങ്ങൾ കയ്യിലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഉച്ചക്ക് എന്ത് കൊണ്ടിരിക്കുന്നിടത്ത് കാര്യങ്ങളെ സാധാരണക്കാരായിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ എന്തിനാ പറയുന്നത്, എന്താ ഇതൊക്കെ നമുക്കിവിടെ എന്താ ചെയ്യാം, ഇതൊക്കെ കോടികളുടെ കഥയല്ലേ പറഞ്ഞത്. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ പോലും അത് 1 ലക്ഷം ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, 5, 10, 25 എത്രയാണെങ്കിലും നിങ്ങൾക്കും ഒരു ഇൻവെസ്റ്റർ ആവാനുള്ള, ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 100% ലീഗലായി തന്നെ. അതായത് നേരത്തെ പറഞ്ഞ ആ കോട്ടേജ് ആണെങ്കിലും 95 ലക്ഷം രൂപ വരെ വരുന്ന കോട്ടേജ് ആണെങ്കിലും 95 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും മേടിക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ 1-2 ലക്ഷം രൂപ ഉള്ളെങ്കിലും അതിന് നമ്മൾ LLP മോഡൽ ആക്കിയിട്ട്, LLP മോഡൽ ഒരു കമ്പനി പോലെ രൂപീകരിച്ച് അതിന് നമ്മൾ 1 ലക്ഷം രൂപ വാല്യുള്ള ഷെയറുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ, 1 ലക്ഷം രൂപ ഉള്ളൂ, ഒരു ഷെയർ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ പാർട്ട്ണറാണോ, നിങ്ങളുടെ കൂടെ പേരിലാണ് ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഷെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പാർട്ട്ണറാകും. അതേപോലെ തന്നെയാണ് ഈ ഫാം പ്രോജക്ട്. 100 കോടി രൂപ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 ഷെയറുകൾ, 1 ലക്ഷം രൂപയുടെ 10,000 ഷെയറുകളാണ്. അത് കുറച്ച് ഷെയർ കൂടെ നമുക്ക് ഇനി ബാക്കിയുണ്ട്, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേ നമ്മൾ കോട്ടേജിന്റെ കാര്യം പറഞ്ഞു, 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഫാം പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം ഒരു 15 വർഷം കൊണ്ട് ലൈഫ് ടൈം ഈ പ്രോപ്പർട്ടി നിങ്ങളതാണോ. ഈ 100 കോടി രൂപയുടെ പ്രോജക്റ്റും അതിന്റെ ലാൻഡും ഇതെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും കോടികൾ ഇൻവെസ്റ്റ് ചെയ്താലും അവരും ഇതിന്റെ ഉടമസ്ഥരാണ്. അപ്പൊ 15 വർഷത്തേക്കുള്ള ഒരു കണക്ക് ഞാൻ പറയണമെന്നുള്ളൂ. ആജീവനാന്ത കാലം നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ ഈ 15 വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 14 മടങ്ങിന് മുകളിലായിരിക്കും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 14 ലക്ഷം രൂപ മാറും. 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ 14 കോടിയോളായിട്ട് മാറും. ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ കുറെ കേട്ടിട്ടുണ്ട്, തന്നെ അപ്പുറത്ത് കേട്ടിട്ടുണ്ട് അല്ലെ. ചെറിയ 2-3 കണക്കുകൾ മാത്രം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധാരണക്കാരന്റെ ഭാഷയിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ചെറിയ ഉദാഹരണങ്ങൾ 2-3 പറഞ്ഞത്.
ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനകത്ത് ഇന്റഗ്രേറ്റഡ് ഫാം ഉണ്ട്, ഫാം ടൂറിസം ഉണ്ട്, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഉണ്ട്, നഴ്സറി ഉണ്ട്. ഇതൊക്കെ ഇത് ഇൻകം കിട്ടുന്ന സോഴ്സുകളാണ്. അതില് 2-3 കാര്യം മാത്രം പറയണേ. ഈ ഫാമിൽ 1 ലക്ഷം മുട്ടക്കോഴികളാണ് നമ്മൾ വളർത്തുന്നത്. മുട്ടക്കോഴികൾ എന്ന് പറയുമ്പോൾ നല്ല ഔഷധ ഗുണമുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ്, പുഴുക്കളെ കഴിപ്പിച്ചിട്ടുള്ള ചിക്കൻസിനെ കൊണ്ട് ഇടിക്കുന്ന മുട്ടയുണ്ട്. എന്ന് വെച്ചാൽ 1 ലക്ഷം കോഴികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏവറേജ് 94,000 മുട്ടകളാണ് ഏവറേജ് നമുക്ക് കിട്ടും ഒരു ദിവസം. ഉണ്ടാക്കിയിട്ട് 1 ലക്ഷത്തിന് എടുത്തോ കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരു മുട്ടയ്ക്ക് ഹോൾസെയിൽ പ്രൈസ് ഒക്കെ 7 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസത്തെ വരുമാനം എത്രയും 1 ലക്ഷം മുട്ട ഒരു മുട്ടയ്ക്ക് 7 രൂപ. ഞാൻ മനസ്സിൽ ചെറിയ ഉദാഹരണം പറയുന്നത് എത്രയും 7 ലക്ഷം രൂപ കിട്ടും. ഓക്കെ. ഇനി അവിടെ 200 പശുക്കളുണ്ട്. പാലിന് വേണ്ടി മാത്രമല്ല 200 പശുക്കളുണ്ട്. ഒരു പശുവിന് 40 ലിറ്റർ പാല് കിട്ടുന്നത് കണക്ക് 25 ലിറ്റർ കൂട്ടിയാൽ മതി. നമുക്ക് നാടോടിക്കാറ്റ് പോലെ ആവില്ല, ഒന്ന് കുറച്ച് കുടിക്കും അല്ലെ. ഒരു 25 ലിറ്റർ വെച്ച് കൂട്ടിയാൽ തന്നെ 200 പശു ഇൻറ്റു 25 ലിറ്റർ 5000 ലിറ്റർ പാൽ, 1 ലിറ്റർ പാൽ 60 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ പാൽ. അപ്പൊ എത്രയും 7-3 10 ലക്ഷം രൂപ ആയില്ലേ മാസം? എത്രയും ഒരു ദിവസം 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ഇൻറ്റു 30 ദിവസം 3 കോടി. ഇത് 2 പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 200-200-ലധികം ഐറ്റംസ് ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാമിൽ. ടെക്നോളജി അത് പഴയ തോർത്തും കൊണ്ടെടുത്ത ബനിയനിട്ട ചേട്ടൻ മനസ്സിൽ കാണാൻ കേട്ടോ. മണ്ണ് പോലും ഇല്ലാതെ കൃഷി ചെയ്ത ഹൈഡ്രോപോണിക്സും വെർട്ടിക്കൽ ഫാമിംഗ് ഉൾപ്പെടെയുള്ള പല കൃഷി രീതികളും നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം പുതിയ ടെക്നോളജികളാണ്. അപ്പൊ ഏകദേശം കണക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ കോഴിയുടെ മുട്ടയും ഈ പശുവിന്റെ പാലും മാത്രം കൊടുത്ത് നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ അരിപ്പറ പ്രധാനപ്പെടാനാവും. ഇനി അവിടുന്ന് കിട്ടാനുള്ള കോഴിക്കാഷ്ടം മുതൽ ആട്ടുംകാട്ടം മുതൽ ചാണകം മുതൽ അങ്ങനെ കിടക്കണ ഇൻകം കിട്ടാനുള്ള സോഴ്സുകൾ. അത് മാത്രമല്ല ഇവിടുന്ന് ഉണ്ടാക്കുന്ന പാലാണെങ്കിലും മറ്റുൽപ്പന്നങ്ങളാണെങ്കിലും പാലായിട്ടല്ല പുറത്തേക്ക് കൊടുക്കുക. അതെല്ലാം നമ്മൾ പ്രോസസിംഗ് യൂണിറ്റ് നമ്മുടെ സ്വന്തമായിട്ട് തന്നെയുണ്ട്. ഫുഡ് പ്രോസസ് ചെയ്ത് നമ്മൾ ഇതിനെ പല ഉൽപ്പന്നങ്ങളാക്കി തൈരും നെയ്യും മറ്റു വേണ്ട അങ്ങനെയുള്ള ബട്ടറൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാക്കിയിട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ ഇതിന്റെ വേഗം ഒന്നും കൂടെ മാറുള്ളൂ. എത്ര വെറൈറ്റി പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഒരുമിച്ച് രാഷ്ട്രം സാറില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് പച്ചക്കറികൾ എത്ര വെറൈറ്റി ഉണ്ടാവും, എത്ര വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും. പോത്തുണ്ട്, ആടുണ്ട്, നെല്ലുണ്ട്, ഇറച്ചിക്കോഴിയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അതൊക്കെ അതിലുണ്ട്. നിങ്ങൾ എന്ത് സാധനം വേണമെങ്കിലും ചോദിച്ചു. കാശ്മീരിൽ ഉണ്ടാകുന്ന കുങ്കുമപ്പൂവില്ലേ, അതാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വൈപ്പിൻ കൊച്ചി ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന കായലിൽ കൃഷി ചെയ്യുന്ന മഡ്ക്രാബില്ല, മഡ്ക്രാബ് 1 കിലോന് 1500 വരുന്ന മഡ്ക്രാബില്ലേ, അതും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. മീനുകൾ അതേ പറഞ്ഞില്ല. ഏതൊക്കെ വെറൈറ്റി മീനുകളുണ്ടോ മീനുകൾക്ക് മാത്രമായിട്ട് 4 വലിയ പോണ്ടുകളുണ്ട്. 50 സെന്റിന് കുറയാത്ത വലുപ്പമുള്ള 4 പോണ്ടുകൾ. അപ്പൊ ഞാൻ ആകെ പറഞ്ഞത് കോഴിയും മുട്ടയും പാലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ അകത്ത് ഏകദേശം 70 കോട്ടേജുകളുണ്ട്. ഫാം ടൂറിസം. നമ്മൾ അവിടെ 20,000-30,000 നമ്മൾ റെന്റ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ 10,000 രൂപ മതി. ചെറിയ രീതിയിലുള്ള വാടക. ഒരു 70 കോട്ടേജ് മാസത്തിൽ 15 ദിവസം പോയാൽ തന്നെ എത്ര രൂപ? ഇനി കൂട്ടണ്ടല്ലോ, സർപ്ലസ് ഒന്നും കൂട്ടണ്ടല്ലോ. അപ്പൊ ഇത് കിട്ടണല്ലോ. ഇത് പോട്ടെ, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ അത് വേറെ, നഴ്സറി അത് വേറെ, ഇതൊക്കെ പോട്ടെ. മെയിൻ ഒരു സാധനം ഞാൻ പറയാം ലാസ്റ്റ്. അതായത് ഈ 12 ഏക്കർ സ്ഥലത്ത് 2000 ചന്ദന മരങ്ങളുണ്ട്. ഈ 2000 ചന്ദന മരങ്ങൾ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ മുറിച്ചു വെക്കുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് എത്ര രൂപ കിട്ടും? ഒരു മരത്തിന് 25 ലക്ഷം രൂപ. 2000 ഇൻറ്റു 25 ലക്ഷം ഏകദേശം 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള ചന്ദനമരത്തിൽ നിന്നുള്ള വരുമാനം മാത്രം ഇതിലുണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 15 വർഷത്തിൽ 14 മടങ്ങിന് മുകളിലായിട്ട് മാറുന്നത്. ഇന്ന് അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു ഇരട്ടി മധുരം കിട്ടുന്ന ഒരു കാര്യം കൂടെ ഇന്നിവിടെ ബാക്കിയുണ്ട്. ഞാൻ അതിന് ക്ലൂ തന്നിട്ട് പോകാൻ ബാക്കി കൂടെ MP ഒന്ന് സംസാരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് 14 ലക്ഷം രൂപയോളായിട്ട് മാറുന്നു പറഞ്ഞില്ലേ? 14 ഇരട്ടി. അത് ഇരട്ടി മധുരം എന്താണെന്നുള്ള ഇരട്ടി എന്നുള്ള വാക്ക് മാത്രം തൽക്കാലം ഓർത്തു വയ്ക്കും. ബാക്കി MP പറഞ്ഞു തരും. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയും കൂടിയാണ്.
അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെയൊക്കെ നമ്മുടെ ഇന്നോവേഷൻസ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? എല്ലാം ഇന്നോവേഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലില്ല ഇതുപോലെ പ്രോജക്ട് എവിടെ ഉണ്ട്. 1 ലക്ഷം രൂപ കൊണ്ടുപോയി ഇന്റഗ്രേറ്റഡ് ഫാമിൽ ഇരുന്ന എന്റെ ഷെയർ, 1 ലക്ഷം രൂപ കൊണ്ടിട്ട് ഒരു റിസോർട്ടിൽ എന്റെ ഷെയർ, അതിന്റെ ആധാരം നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഇന്നോവേഷൻസ് ആണ്. ഇവിടെ ഉള്ള സാധനങ്ങൾ നമ്മൾ ഇന്നോവേഷൻ നടത്തി നമ്മളുടെ പ്രൊജക്ടുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇതുകൊണ്ട് തീർന്നോ? ഇതിന്റെ കൂടെ കുറച്ച് സയൻസും ടെക്നോളജിയും കൂടെ ആയല്ലോ. അതാണ് നമ്മുടെ വെരി ലേറ്റസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്ത നമ്മുടെ പ്രോജക്റ്റ് ആണ് BMW. BMW കാറല്ല, ബയോ മെഡിക്കൽ വേസ്റ്റ്. അതായത് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി. അത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള CSIR, അവരുടെ ഇന്നോവേഷൻ ആണ് ഈ ഒരു ടെക്നോളജി. ഇതിന്റെ 17 പാറ്റൻസ് ഉള്ള കെമിക്കലും 7 പാറ്റൻസ് ഉള്ള ഇതിന്റെ മെഷീനും, 27 പാറ്റൻസ് ഉള്ള കെമിക്കലും 7 പാറ്റൻസും 34 പാറ്റന്റുകളുള്ള ഈ ഒരു ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു CSIR. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്കൊക്കെ ടെക്നോളജി കൊടുക്കും. അവർക്കൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് സാധാരണ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറിംഗ് ഇവിടെ നടന്നിട്ടുള്ളത്. ടെക്നോളജി ട്രാൻസ്ഫറിംഗ് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ us, നമുക്ക് മാത്രമുള്ളത്. എവിടെ? ലോകത്തിൽ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോ ഇത്തരത്തിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ പോലെ റിലയൻസ് പോലുള്ള വലിയ ഗ്രൂപ്പുകൾക്ക് കിട്ടേണ്ട ഒരു പ്രൊജക്ട് ആണ്. പക്ഷെ നമ്മളത് നമ്മളുടെ മിടുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിടുക്ക്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കൾട്ട്. ഇവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി എവിടെയുണ്ട്? ഒരു കല്യാണത്തിന് കൂടാനുള്ള ആൾക്കാരില്ല ഇന്നിവിടെ, ശരിയല്ലേ? ഇത് മുഴുവൻ ആൾക്കാരോട് വന്ന 10 പോലും എത്തിയിട്ടില്ല ഇവിടെ. ഓരോരുത്തരും അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വരാൻ പറ്റുന്ന ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൾട്ട് രൂപീകരിച്ചു കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള, മാർക്കറ്റിങ്ങിന് തയ്യാറായിട്ടുള്ള, എന്തിനും പോകാം, കോടികൾ സമ്പാദിക്കണം എന്നുള്ള, അല്ലെങ്കിൽ കോടീശ്വരന്മാരാവണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന വലിയ ഇൻവെസ്റ്റേഴ്സിന്റെയും മാർക്കറ്റിംഗ് ടീമിന്റെയും ഒരു പിൻബലം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ കാരണക്കാരായ നിങ്ങളാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കൂടുതൽ പൈസ ഉള്ള, കോടികൾ കയ്യിലുള്ള കോടീശ്വരന്മാർക്കും ലക്ഷങ്ങൾ കയ്യിലുള്ള ലക്ഷപ്രഭുക്കൾക്കും, കുറച്ച് പൈസയുള്ള സാധാരണക്കാർക്കും, ഒന്നുമില്ലാത്ത അതിസാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ വളരെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റിലും ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിട്ട് ജീവിതം ജീവിച്ച് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അവസാനിപ്പിച്ച് പോകണം അല്ലേ? നമ്മുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ആളെടുത്തു കഴിഞ്ഞാൽ 95 ആളും അല്ലെങ്കിൽ 95-ലധികം ആളുകളും വളരെ സാധാരണക്കാരായിട്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കാറ്റഗറിയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന ആളുകളാണ്. വളരെ ചെറിയൊരു ശതമാനം, 5% താഴെ ആളുകൾ മാത്രം ഇന്ന് റിച്ചായി ലക്ഷറി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക്, ഇങ്ങനെയുള്ള ചില പ്രത്യേകതയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരാവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ട് അത്തരത്തിൽ സാധിച്ചില്ല? വിരലിലെണ്ണാവുന്ന
ലുലു യൂസഫലിക്കോ കൊച്ചോസഫ് ചിത്തപ്പള്ളിയോ ജോയ് ആലിക്കാസോ മലബാർ ഗോൾഡോ കല്യാണോ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രം വലിയ കോടീശ്വരന്മാരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നാട്ടിൽ കാണുന്ന നിങ്ങളുടെ അയൽവാസികളോ നാട്ടുകാരനോ ആയിട്ടുള്ള ആ പ്രമാണിക്ക് മാത്രം ഒരു കോടീശ്വരനാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടാവും. ഉത്തരം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരന് 4 കൈയുണ്ടോ, 4 കാലുണ്ടോ, 2 തലയുണ്ടോ, അല്ലെങ്കിൽ തലയ്ക്ക് കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ടോ? ഒന്നുമില്ല. അവര് ചിന്തിച്ചു, റിസ്ക് എടുക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ കിട്ടിയൊരു അവസരം ശരിയായ രീതിയിൽ ഉപയോഗിച്ചു. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ? സമയം അറിയാം. യെസ്, ഓക്കെ. 12 മണിക്ക് അവസാനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വെരി ലാസ്റ്റ് ഞാൻ സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാട്ടില് അത് ഓർമ്മയില്ലല്ലോ. സാധാരണ 2 പേർക്ക് ഉറങ്ങാണ് അതുപോലെ പ്രോഗ്രാം സംസാരിക്കും. ഇന്ന് എല്ലാവരും അലേർട്ടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നല്ല കൈഡ് കൊടുത്തു ഇത്ര അലേർട്ടായിട്ടിരിക്കുന്നു. ഇനി അഥവാ അല്ലോ ഓർമ്മ കൈ ശാസ്ത്രം ഇല്ല, എല്ലാവരും. ഓക്കെ. അപ്പോ